പാലക്കാട് ചിറ്റൂരിൽ മരിച്ച 6 വയസ്സുകാരൻ സുഹാന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വീട്ടിലേക്ക് എത്തിച്ചു. ഒരുപാട് ആളുകളാണ് ആ കുഞ്ഞിനെ കാണാനായി അങ്ങോട്ടേക്ക് ഒഴുകിയെത്തുന്നത്. ഇന്നലെ 11 മണിക്ക് ശേഷമാണ് വീട്ടിൽ നിന്നും കുട്ടിയെ കാണാതാകുന്നത്. പ്രദേശത്തൊക്കെ വ്യാപകമായി നടത്തിയ തിരച്ചിലാണ് സമീപത്തെ കുളത്തിൽ മൃതദേഹം കണ്ടെത്തുന്നത്. രാഗിൻ വിവരങ്ങളുമായിട്ടും രാഗിൻ എവിടെയാണ് സംസ്കാരം നിശ്ചയിച്ചിരിക്കുന്നത്? ഈ ഒരു സംശയം അല്ലെങ്കിൽ അന്വേഷിക്കണമെന്ന ഒരു ആവശ്യമുണ്ടല്ലോ, പോലീസ് എങ്ങനെയാണ് അതിനെ കാണുന്നത്? നല്ലേപ്പള്ളി മസ്ജിദിലാണ് ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾ നിശ്ചയിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ സൂചിപ്പിച്ചതുപോലെ ഇന്നൊരു സങ്കട ഞായറായിരുന്നു ഈ ചിറ്റൂർ നിവാസികളെ സംബന്ധിച്ചിടത്തോളം. ആ കുഞ്ഞു മടങ്ങിയെത്തും എന്തായിരുന്നു ഏവരുടെയും പ്രതീക്ഷ. പക്ഷേ അതൊക്കെ അസ്ഥാനത്തായി. ആ പ്രതീക്ഷകളൊക്കെ വിഫലമായി പോകുന്ന കാഴ്ചയാണ് കണ്ടത്. എന്തായാലും ഈ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം നേരെ കൊണ്ടുവന്നത് ഈ കുട്ടി പഠിച്ചിരുന്ന സ്കൂളിലേക്കാണ്. അവിടെ അവസാനമായി ആ സുഹാൻ എത്തി. സുഹാന്റെ കളിയും ചിരിയും ഒക്കെ നിറഞ്ഞു നിന്ന ഒരു ഇടമായിരുന്നു ആ സ്കൂള്. അവിടേക്ക് സുഹാൻ അവസാനമായി എത്തി. ആ സുഹാന്റെ ചേതനയേറ്റ ശരീരം കണ്ട് കുട്ടികളും അതോടൊപ്പം തന്നെ അധ്യാപകരും ഒക്കെ തന്നെ വിങ്ങിപ്പൊട്ടുന്ന കാഴ്ചയാണ് അവിടെ ഉണ്ടായത്. അവരൊക്കെ തന്നെ സങ്കടത്തോടു കൂടിയും കണ്ണുനീരോടുകൂടിയും സുഹാന് വിട നൽകി. അതിനുശേഷം നേരെ വീട്ടിലേക്കാണ് മൃതദേഹം എത്തിച്ചത്. അവിടെയും ഹൃദയഭേദകമായിട്ടായിരുന്നു കാഴ്ച. എന്തായാലും ഇപ്പോഴും മൃതദേഹം വീട്ടിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. അതിനുശേഷം സംസ്കാര ചടങ്ങുകൾ നടക്കും. പോലീസിനെ സംബന്ധിച്ചിടത്തോളം പോലീസ് സംഘം വ്യക്തമാക്കുന്നത് ഇപ്പോൾ പോസ്റ്റ്മോർട്ടത്തിന്റെ പ്രാഥമിക വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട്. ഡ്രൗണ്ട് ഡെത്ത്, അതായത് മുങ്ങിമരണം എന്നതാണ് ഇപ്പോൾ പ്രാഥമികമായി വ്യക്തമായിട്ടുള്ളത്. മാത്രമല്ല ശരീരത്തിൽ അസ്വാഭാവികമായിട്ടുള്ള പരിക്കുകളോ പാടുകളോ ഒന്നും തന്നെ കാണാനും കഴിഞ്ഞിട്ടില്ല. എന്നാലും എല്ലാ വശങ്ങളും പരിശോധിക്കുമെന്നാണ് പോലീസ് സംഘം വ്യക്തമാക്കുന്നത്. നേരത്തെ ചെയർമാൻ അടക്കം, നഗരസഭാ ചെയർമാൻ സുമേഷ് അച്യുതൻ അടക്കം ചില കാര്യങ്ങൾ പറഞ്ഞു. അതായത് അസ്വാഭാവികത ചില കാര്യങ്ങളിലുണ്ട്, അതൊക്കെ പരിശോധിക്കണം. എന്തായാലും പോലീസ് സംഘം വ്യക്തമാക്കുന്നത് അത്തരം കാര്യങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കും എന്നതാണ്. കാരണം ഒന്ന്, ഈ കുഞ്ഞ് ഇത്രയും 800 മീറ്ററോളം നടന്ന് അവിടെ വരെ എത്താനിടയായിട്ടുള്ളൊരു സാഹചര്യം, ആരും എങ്ങനെ കാണാതെ പോയി തുടങ്ങി ഒട്ടനവധി ചോദ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ നോക്കേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം അവിടെ ഒരു പാർക്കുണ്ടായിരുന്നു. ആ പാർക്കിൽ കുട്ടി കുടുംബത്തോടൊപ്പമൊക്കെ പോകാറുണ്ടായിരുന്നു എന്നതാണ് വിവരം. അങ്ങനെ കുട്ടിക്ക് ചിലപ്പോൾ കുട്ടിയുടെ ഓർമ്മയിൽ ആ പോയ വഴി ചിലപ്പോൾ കുട്ടിക്ക് തെളിഞ്ഞു കാണും, അല്ലെങ്കിൽ പോയ വഴി ചിലപ്പോൾ കുട്ടിക്ക് ബോധ്യപ്പെട്ട് കാണും. ഒരുപക്ഷെ അതുവഴി നടന്നു പോയതാണോ എന്നും അറിയില്ല. മറ്റൊന്ന്, ആ കുളത്തിലേക്ക് കാൽവഴുതി വീഴാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഒന്ന്, ആ കുളത്തിലേക്ക് തന്നെ ചേരേണ്ടതായിട്ടുണ്ട്. അതിന് ചുറ്റും ഒരു ചാലുണ്ട്. ആ ചാല് കടന്ന് വേണം അവിടേക്ക് പോകാൻ. അപ്പോൾ ആ പ്രദേശത്തേക്ക് തന്നെ പോയിട്ടുണ്ടാകണം. പിന്നീട് അവിടെ എന്ത് സംഭവിച്ചു എന്ന കാര്യം അന്വേഷിക്കേണ്ടതാണ്. ഒരുപക്ഷെ കാൽവഴുതി വീണ് കാണാം, അല്ലെങ്കിൽ കുട്ടി വെള്ളത്തിലേക്ക് ഇറങ്ങി കാണാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്തടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കേണ്ടതാണ്. എന്തായാലും ഇപ്പോൾ പോസ്റ്റ്മോർട്ടത്തിന്റെ പ്രാഥമിക വിവരങ്ങളാണ് ലഭ്യമായിട്ടുള്ളത്. നീണ്ട 21 മണിക്കൂർ നേരമാണ് സെർച്ച് ഒരു നാട് തന്നെ നടത്തിയത്. ഇന്നലെ 11 മണി മുതൽ ഇന്ന് രാവിലെ ഏകദേശം ഒരു 9 മണി വരെ വ്യാപകമായിട്ടുള്ള തെരച്ചിൽ. അതിൽ നാട്ടുകാരുണ്ടായിരുന്നു, ആ കുടുംബം ഉണ്ടായിരുന്നു, അതോടൊപ്പം തന്നെ പോലീസ്, ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ള ആളുകൾ. ഈ വിവരം കേട്ട് മറ്റിടങ്ങളിൽ നിന്ന്, പാലക്കാടിന്റെ മറ്റിടങ്ങളിൽ നിന്നടക്കമുള്ള ആളുകൾ അവിടെ എത്തി തെരച്ചിലിന് ഒക്കെ നേതൃത്വം കൊടുക്കുന്ന കാഴ്ചയൊക്കെ കണ്ടിരുന്നു. അതൊക്കെ കാണുമ്പോഴും ഈ കുട്ടി മടങ്ങിയെത്തും എന്ന ചിന്തയായിരുന്നു നമുക്കും അതോടൊപ്പം തന്നെ ആ നിവാസികൾക്കുമൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷേ അതൊക്കെ കണ്ണുനീരോർമ്മയാകുന്ന, അല്ലെങ്കിൽ സുഹാൻ കണ്ണുനീരോർമ്മയാകുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്. എന്തായാലും അത്യന്തം ഹൃദയഭേദകമായിട്ടുള്ള കാഴ്ചയാണ് ഇന്ന് പാലക്കാട് ചിറ്റൂരിൽ കാണാൻ കഴിഞ്ഞത്. രാഗിനാണ് വിവരങ്ങൾ നൽകിയത്. സുഹാൻ എന്ന കുഞ്ഞിൻ്റെ സംസ്കാരം ഇന്ന് നടക്കും. ഇപ്പോൾ വീട്ടിലാണ് മൃതദേഹമുള്ളത്. വല്ലാത്ത സങ്കടത്തോടെ വിങ്ങിപ്പൊട്ടിക്കൊണ്ടാണ് നാട്ടുകാരൊക്കെ തന്നെ ആ കുഞ്ഞിനെ അവസാനമായി കാണാനെത്തുന്നത്. ഇന്നലെ മുതൽ നാട്ടുകാരുടെയൊക്കെ ഒരു വലിയ പരിശ്രമം ആ കുഞ്ഞിനെ കണ്ടെത്താനായിട്ടുണ്ടായി. പക്ഷേ വീടിൽ നിന്ന് കുറച്ച് അകലെയുള്ള കുളത്തിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. അങ്ങനെ പ്രത്യേകിച്ച് സംശയിക്കത്തക്കതൊന്നുമില്ല. മുങ്ങിമരണം എന്നതാണ്. ശരീരത്തിൽ അങ്ങനെ സ്വാഭാവികമായിട്ട് എന്തെങ്കിലും മുറിവുകളോ പരിക്കുകളോ ഒന്നുമില്ല. പക്ഷേ എങ്കിലും എങ്ങനെ അവിടം വരെ എത്തി എന്നതൊരു ചോദ്യമാണ്. അതിന് എന്താണ് അതിലൊരു അന്വേഷണം വേണമെന്ന ആവശ്യവുമുണ്ട്. പോലീസ് അക്കാര്യം പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട്. രാഗിനാണ് വിവരങ്ങൾ നൽകിയത്.